പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വചനം ഇങ്ങനെയാണ്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഞാൻ ഈ വചനം പറഞ്ഞു തരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ഏറ്റു പറയണം. എനിക്ക് തോന്നുന്നു ഇതുവരെ എന്നെ ഒന്ന് നോക്കാത്തവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഞാനിവിടെ വന്ന് നിന്നത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ വചനം നിങ്ങൾ ഉറക്കെ ഏറ്റു പറയണം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ശബ്ദമില്ലല്ലോ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. Casting all your anxieties on him because he cares for you. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ. വേദപുസ്തകത്തിലെ എല്ലാ വചനങ്ങളും നല്ലതാണ്. പക്ഷെ ചില വചനങ്ങളോട് നമുക്കൊരു പെരുത്ത ഇഷ്ടം തോന്നാറുണ്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള, കൊതി തോന്നുന്ന ഒരു വചനമാണത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ. പത്രോസിൻ്റെ 1-ാം ഈ ലേഖനം ക്രിസ്തീയ പ്രത്യാശയുടെ ലേഖനമെന്നാണ് വിളിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ പറയുന്നതല്ല. എപ്പോൾ വേണമെങ്കിലും പ്രാണൻ നഷ്ടപ്പെടാമെന്ന ഭീതിയോടെ റോമിൽ ആദിമസഭയിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവർ, രക്തസാക്ഷിത്വത്തിൻ്റെ ചുടുനീളം വീണ റോമൻ കൊളോസിയങ്ങളുടെ ഇടങ്ങൾ, കുറെ പാവപ്പെട്ട മനുഷ്യർ, അവരെ ഇങ്ങനെ ബലപ്പെടുത്താൻ വേണ്ടി പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ഒരു പുസ്തകമാണ്. പുസ്തകം എന്ന് പറയാനില്ല, കുറച്ച് വരികൾ. അത് അതിജീവിതത്തിൻ്റെ പുസ്തകമാണ്. കുറേ പേരെ ഭാരങ്ങളിൽ നിന്ന്, മരണത്തിൽ നിന്ന് ഇങ്ങനെ ബലപ്പെടുത്തിയ പുസ്തകമാണ്. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം എന്നൊരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് നമ്മുടെ പഴയ പനച്ചൂരാൻ പാടിയെങ്കിൽ ഞാൻ പറയും, ചോര കുതിർന്ന തെരുവുകളിൽ നിന്ന് വസന്തം കണക്കെ ഉയർന്നു വന്ന മരങ്ങൾ ആദിമ ക്രൈസ്തവരായിരുന്നു. ശരിക്കും ഈ രാത്രി ഈ വചനമെടുക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ: ഇത്തിരി ആശ്വാസം, ഇത്തിരി ബലം. ഈ ലോകത്ത് 2 തരം പുസ്തകങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യൻ നിർമ്മിക്കുന്ന പുസ്തകങ്ങൾ. ഈ മാർച്ച് മാസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് കണ്ണിമ ചിമ്മാതെ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ മനുഷ്യൻ നിർമ്മിക്കുന്ന പുസ്തകങ്ങളാണ്. ചരിത്രം, കവിത, സാഹിത്യം എല്ലാം. ഈ ലോകത്ത് 2-മതൊരു പുസ്തകമുണ്ട്, മനുഷ്യനെ നിർമ്മിക്കുന്ന പുസ്തകം. അതിതാണ് മനുഷ്യനെ നിർമ്മിക്കുന്ന പുസ്തകം. എയ്തർ ദിസ് ബുക്ക് വിൽ കീപ് യു ഫ്രം സിൻ ഓർ സിൻ വിൽ കീപ് യു ഫ്രം ദിസ് ബുക്ക്. ഒന്നുകിൽ പാപം നിങ്ങളെ ഈ പുസ്തകത്തിൽ നിന്ന് അകറ്റി നിർത്തും, അല്ലെങ്കിൽ ഈ പുസ്തകം നിങ്ങളെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും. ഇവിടെ കയറിയിരി, കുഞ്ഞുങ്ങളൊക്കെ അകത്ത് വന്നിട്ട് ഇങ്ങനെ പുറത്തിരുന്ന് ശീലിക്കരുത്. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നുകിൽ ഈ പുസ്തകം നമ്മളെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും, അല്ലെങ്കിൽ പാപം നമ്മളെ ഈ പുസ്തകത്തിൽ നിന്ന് അകറ്റി നിർത്തും. ഈ രാത്രി ഈ പുസ്തകം കയ്യിലുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഈ രാത്രി ഈ പുസ്തകം കയ്യിലുണ്ടോ? ഞാൻ പറയട്ടെ, നമ്മുടെ ഈ സഭകളിലും നമ്മുടെ ആത്മീയതയിലുമൊക്കെ പൊടിപ്പും തൊങ്ങലും മേളങ്ങളും എല്ലാം അധികകാലം ഉണ്ടാവില്ല. വലിയ താമസമില്ലാതെ ഇതിനൊക്കെ അവസാനം ഉണ്ടാവും. പക്ഷെ വചനത്തിൻ്റെ ഒരു ശൂന്യത, കൃപകളുടെ, കൂദാശകളുടെ കൃപകളുടെ ഒരു ശൂന്യത നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു 10-15 വർഷത്തിനകത്തുണ്ടാവും. ഈ വേഷം കെട്ടലുകളൊക്കെ തീരും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. അതുകൊണ്ട് എൻ്റെ അമ്മമാരെ, പിതാക്കന്മാരെ, ഈ പുസ്തകം എടുക്കണം. ഉൽപ്പത്തി 22-ൽ അബ്രഹാം വീട്ടിൽ നിന്ന് വിറകെടുത്തു. മോറിയ മലയിലെ യാഗം. മോറിയയിൽ ചെന്നപ്പോൾ ഇസഹാക്കിൻ്റെ തോളിൽ വിറക്. എങ്ങനെ? അപ്പൻ എടുത്തു,
മകൻ ഏറ്റെടുത്തു. ആധ്യാത്മികതയിൽ ആധ്യാത്മികതയിൽ എടുപ്പുമുണ്ട്, ഏറ്റെടുപ്പുമുണ്ട്. പ്രിയപ്പെട്ട അമ്മേ, നീ ഇതെടുത്താൽ നിന്റെ കുഞ്ഞുങ്ങൾ ഏറ്റെടുക്കും. ഇന്ന് രാത്രി ഇത് കയ്യിലില്ലെങ്കിൽ നീ ഒരു വിജയിച്ച ക്രിസ്തീയ മാതാവല്ല. ഈ അച്ഛനെ വിളിക്കണ്ടായിരുന്നു, സാരമില്ല. പ്രിയ പിതാവേ, താങ്കൾ എടുത്താൽ താങ്കളുടെ തലമുറ ഏറ്റെടുക്കും ഈ പുസ്തകം. ഈ ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു, നമ്മുടെ മോൾക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായില്ല, ഒരു മോനൊരു ചെറിയ പ്രശ്നം ഉണ്ടായി, നമ്മൾ പറയും അവന് കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം, ശരിയാക്കി എടുക്കാം, നല്ല കാര്യമാണ്. പക്ഷെ പരിധിയുണ്ട്. ഈ ലോകത്ത് മനഃശാസ്ത്രത്തിൻ്റെ കുലപതി എന്ന് വിളിച്ചിരുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് ആത്മഹത്യ ചെയ്യാൻ. മനഃശാസ്ത്രത്തിൻ്റെ തുടക്കം അവിടുന്ന, ഈ കൗൺസിലിങ്ങിൻ്റെ തുടക്കം അവിടുന്ന. ക്യാൻസറിൻ്റെ മൂർധന്യത്തിൽ 21 മില്ലിഗ്രാം മോർഫിൻ കുത്തിവെക്കാൻ ആവശ്യപ്പെട്ട് ആത്മഹത്യ ചെയ്തു. ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ മോട്ടിവേഷണൽ ബുക്ക് എഴുതിയ ഏണസ്റ്റ് ഹെമിംഗ്വേ, കുട്ടികൾക്കറിയാം, ദ ഓൾഡ് മാൻ ആൻഡ് സീ പോലെ, കിഴവനും കടലും പോലെ, ആത്മഹത്യ ചെയ്തു. ഈ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യധാമം ക്ലിയോപാട്രയും മെർലിൻ മൺറോയും ആത്മഹത്യ ചെയ്തു. ഈ ലോകത്തെ ഏറ്റവും വലിയ തത്വജ്ഞാനികൾ അരിസ്റ്റോട്ടിൽ ആത്മഹത്യ ചെയ്തു. ഈ ലോകത്ത് അധികാരക്കൊതിയന്മാരായിരുന്ന നീറോയും പീലാത്തോസും മാർക്ക് ആന്റണിയും ആത്മഹത്യ ചെയ്തു. ഞാൻ പറഞ്ഞു വന്നൊരു സാഹിത്യം, കല, സംസ്കാരം. ബോളിവുഡിലൊരു സിനിമ ഇറങ്ങിയിരുന്നു 2-3 വർഷം മുമ്പ്, ചിച്ചോരെ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, സൂയിസൈഡ് ഈസ് നോട്ട് എ സൊല്യൂഷൻ, ഇതായിരുന്നു വിഷയം. അതിലെ പ്രധാന കഥാപാത്രം സുശാന്ത് സിംഗ് രജപുത് സൂയിസൈഡ് ചെയ്തു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിനിമ, കല, തത്വശാസ്ത്രം, മനഃശാസ്ത്രം. പക്ഷേ ഈ പുസ്തകത്തിൽ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ ഏലിയാവ് തിരികെ നടന്നു. ഈ പുസ്തകത്തിൽ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയ യോന തിരികെ നടന്നു. അതെ, മനുഷ്യനെ നിർമ്മിക്കുന്ന പുസ്തകമാണത്. നാം തിരക്കിട്ട് വായിക്കുന്ന പുസ്തകങ്ങളൊന്നും മനുഷ്യനെ നിർമ്മിക്കുന്നതല്ല, മനുഷ്യൻ നിർമ്മിക്കുന്നതാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ. ഞാൻ നോക്കിയപ്പോൾ പഴകുളം പള്ളിക്കകത്തിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളുടെ മുഖത്ത് ഒരു പ്രസാദമോ സന്തോഷമോ ഇല്ല. നമ്മുടെ കുറ്റമല്ല. ഈ കോവിഡിന് തൊട്ട് മുമ്പുള്ള വർഷം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന ഗൗരവമായി പഠിക്കാനെടുത്ത വിഷയം, രോഗം ഡിപ്രഷനാണ്. ഈ ലോകത്ത് 800 കോടി മനുഷ്യരെന്ന് ജീവിക്കുന്നുണ്ട്. അതിൽ 30 കോടി മനുഷ്യർ ചിരി കളഞ്ഞു പോയവരാണ്, ഡിപ്രഷനുള്ളവരാണ്. അതിന് WHO കൊടുത്ത ക്യാമ്പയിൻ ലെറ്റ്സ് ടോക്ക് എന്നാണ്. വർത്താനം പറയുക, ആരോടെങ്കിലുമൊക്കെ മിണ്ടുക. നമുക്കിന്ന് തുറന്ന് സംസാരിക്കാൻ ആളില്ല. നമ്മുടെ ഇടയിലുമുണ്ട് ചിരിക്കാത്തവർ. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 270% മനോരോഗികൾ കൂടിയത്. പഴകുളത്തില്ലേ ചിരിക്കാത്തവർ? ഒന്ന് തുറന്ന് മിണ്ടാത്തവർ, വളരെ മെലങ്കോളിക്കായി വിഷാദ ഛായ പൂണ്ട മുഖത്തോടെ. ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ ചിലരെങ്കിലും നമ്മുടെ ആരാണ്ട് ICU കിടക്കുന്ന പോലുള്ള ഭാവത്തിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ചിരി എവിടെയാണ് കളഞ്ഞു പോയത്? നമ്മുടെ വീടുകൾ ഉയർന്നു, നമ്മുടെ തലമുറയ്ക്ക് വിദ്യാഭ്യാസം കിട്ടി, പക്ഷേ ദൈവവചനത്തിൻ്റെ തണുപ്പ് നമ്മുടെ വീടുകളിൽ കുറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ. ഈ രാത്രി എനിക്കൊന്നേ ഉദ്ദേശമുള്ളൂ, വലിയ കാര്യങ്ങളൊന്നുമല്ല. മനസ്സിന് ഇത്തിരി ആശ്വാസം കിട്ടട്ടെ ഇതുപോലെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ. 2 കൊച്ചു വാക്ക് പറയാനാണ് ഞാൻ വന്നേ. 2 കൊച്ചു വാക്ക് പറയാൻ, സ്വയം പറയാൻ.
സ്വയം സംസാരിക്കാറുണ്ടോ? മിണ്ടു. തന്നെ സംസാരിക്കാറുണ്ടോ? ഉണ്ടോ? തന്നെ സംസാരിക്കാറുണ്ട്. ഒരുപാട് ഉറക്കെയാകരുത്. നമ്മളെ മെഡിക്കൽ ട്രസ്റ്റിൻ്റെ ഡോക്ടർ CJ ജോണൊക്കെ ഇത്തിരി നല്ലതാണെന്നും പറഞ്ഞൊക്കെ വീട്ടുകാരെ പിടിച്ചോണ്ട് പോകും. അവിടെ വരെ പോരുത്. ഈ ലോകത്ത് വിജയിച്ചവരൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഈ പുസ്തകം നോക്കൂ. കരഞ്ഞ് നൊന്ത് കീറി പ്രാർത്ഥിച്ച ഹന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിന് മുമ്പേ 1 ശമൂവേൽ 1 സ്വയം പറയുന്നുണ്ട്. സെൽഫ് ടോക്ക്, ക്വാളിറ്റി സെൽഫ് ടോക്ക് നടത്തുന്നുണ്ട്. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കട്ടെ. സ്വയം പറയുക. ദാവീദ് പറയുന്നുണ്ട്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. സെൽഫ് ടോക്കാ. സത്യത്തിൽ ഈ സ്പിരിച്വാലിറ്റിയിൽ ഇത് ആവശ്യമാണ്. അതൊരു സ്പിരിച്വൽ കോൺഫിഡൻസ് ആണ്. മറിയം പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കും എന്ന് പറഞ്ഞാൽ നെരിപ്പോട് പോലെ ഉരുകുന്ന ജീവിതത്തിൻ്റെ ഇടയിലാണ് അവൾ പറയുക. ഈ പുസ്തകം നോക്കൂ. ജീവിതത്തിൻ്റെ സങ്കീർണതകളുടെ മധ്യേ അവനവനോട് തന്നെ വർത്തമാനം പറഞ്ഞവർ. സാധാരണ നമ്മൾ ദൈവത്തോട് പറയും, ദൈവമേ എനിക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന രോഗം. ഇന്ന് രാത്രി തിരിച്ചു പറ, ക്വാളിറ്റി സെൽഫ് ടോക്ക്. എൻ്റെ ഇന്ന പ്രശ്നമേ എനിക്കൊരു ദൈവമുണ്ട്. എത്ര പേർക്ക് കിട്ടി? സ്വയം പറ. നിങ്ങളുടെ ചങ്കത്തിപ്പോൾ സങ്കടമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ വേദനയുണ്ട്. അതെടുത്ത് വലത്തെ കയ്യിൽ മുറുക്കി പിടിച്ച ആ പ്രശ്നത്തോട് പറ, ജീവനുള്ളൊരു ദൈവം എനിക്കുണ്ടായതിനാൽ എൻ്റെ ഇന്ന പ്രശ്നമേ എനിക്കൊരു ദൈവമുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. എൻ്റെ കർത്താവേ എനിക്കൊരു പ്രശ്നമുണ്ട്. ഇന്ന് രാത്രി ഒന്ന് തിരിച്ചു പറ, എൻ്റെ ഇന്ന പ്രശ്നമേ എനിക്കൊരു, ഉറക്കെ പറ, അനങ്ങുകയല്ലോ, എൻ്റെ ഇന്ന പ്രശ്നമേ എനിക്കൊരു. അതുകൊണ്ട് ഈ രാത്രി സ്വയം പറയാൻ 2 വാക്ക്. ഭാരമേറുമ്പോൾ, ചങ്കുരുകുമ്പോൾ, കണ്ണുനീർ കവിൾത്തടങ്ങളെ നനയ്ക്കുമ്പോൾ നമുക്ക് ബലപ്പെടാൻ വചനം പറയുക. നീ സ്വയം പറ. 1-ാമത്തെ വാക്ക്, ഐ ആം യുണീക്ക്. ഞാൻ അനന്യനാണ്. അതാണ് ആദ്യത്തെ ചിന്ത. അനന്യതാബോധം എന്ന് പറയും, യുണീക്ക് കോൺഷ്യസ്നെസ്. ഞാനിവിടെ ഇരുന്ന് നോക്കുമ്പോൾ എനിക്ക് ഇന്ന് പകൽ എത്ര ചൂട് കൂടുതലുള്ള ദിവസം ആയിരുന്നില്ലെന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പലരുടെയും മുഖത്ത് ഭയങ്കര ക്ഷീണം. ഒരു 5-6 പേര് ഒരു ഉറക്കത്തിൻ്റെ ലക്ഷണം പ്രകടിപ്പിച്ചു. അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ അകത്തോട്ട് വിഴുങ്ങിക്കോണം. അവൻ പുറത്തോട്ട് വന്നാൽ പിന്നെ അടുത്തിരിക്കുന്ന 4 പേരെയും കൊണ്ട് പോവുള്ളൂ. അത് മനസ്സിലാക്കണം ഏതാ സംഗതി എന്ന്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പുറത്തോട്ട് അങ്ങനെ തുറക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ അത് അകത്തോട്ട് വിഴുങ്ങിക്കൊള്ളണം. ദയവ് ചെയ്ത് കൃപ പോവും. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. നിങ്ങൾ ഉറങ്ങരുതെന്ന് എനിക്ക് ആഗ്രഹമില്ലാതിട്ടല്ല, കൃപ പോവും ഈ മണിക്കൂറിൽ. അതുകൊണ്ടാണ്. പോട്ടെ, ഈ അച്ഛൻ സമ്മതിക്കുകയല്ലേ. സ്വയം പറയാൻ. ജീവിത വേദനകൾക്കിടയിൽ നമ്മൾ നമ്മളോട് തന്നെ പറയുക, ഞാൻ അനന്യനാണ്. ഐ ആം യുണീക്ക്. ഒറ്റ വാക്ക്, യുണീക്ക് കോൺഷ്യസ്നെസ്, അനന്യതാബോധം. എൻ്റെ അർത്ഥം എന്താ? അനന്യത എന്ന് പറഞ്ഞ അർത്ഥം, നമ്മൾ CBSE ഒന്നും അല്ലായിരുന്നല്ലേ, വയലുവരമ്പേലെ സ്കൂളിലൊക്കെ പഠിച്ചവരല്ലേ. അനന്യത മലയാളമാണ്. ഒന്നുപോലെ മറ്റൊന്നില്ലാത്തതിനെ വിളിക്കുന്ന പേരാണ് അനന്യത. ഒരാളെ പോലെ 9 പേരുണ്ടെന്ന് പഴകളത്ത് ആരാണ്ട് കള്ളം പറഞ്ഞിട്ടുണ്ട്. വെറുതെയാണ് സുഹൃത്തെ. നമ്മുടെ ഗുരുത്വവും ഗുരുത്വക്കേടും എല്ലാം കൂടെ എടുത്ത് വെച്ച് നോക്കി ഈ സൈസ് ഒരു ഐറ്റം ഇവിടെ മാത്രമല്ലേ കാണുള്ളൂ. ആഫ്രിക്കയെ തപ്പിയാൽ ഈ സൈസ് ഒരെണ്ണം കാണുമോ? ഇല്ലേ. ഈ ലോകത്ത് 800 കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചിരിച്ചതുപോലെ, നമ്മൾ കരഞ്ഞതുപോലെ, നമ്മൾ നുറുങ്ങിയതുപോലെ, നീ നടന്നു പോയതുപോലെ ലോകത്ത് ആരും പോയിട്ടില്ല. അതാ അനന്യത. ഈ ലോകത്ത് 800 കോടി മനുഷ്യരുണ്ട്, നമ്മളെപ്പോലെ ഒരാൾ ഉണ്ടായിട്ടില്ല. നമ്മളൊരു പെർഫ്യൂം ഷോപ്പിൽ കയറിയിട്ട് എത്ര വലിയ ലുലു കയറിയാലും നമ്മൾ 2 സ്പ്രേ ഒക്കെ മേടിക്കാൻ ഇങ്ങനെ പരമാവധി എത്ര തരം ഗന്ധം ഉണ്ടാവും? ഒരു 10-50 കാണും.
അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഗന്ധം പോലും ആഫ്രിക്കയിൽ പോലും ആർക്കും ഇല്ല. അതുകൊണ്ടാണ് പോലീസ് നായ നമ്മുടെ പുറകെ കൃത്യമായിട്ട് വരാൻ പോണേ. നമ്മുടെ ഗന്ധം പോലും. പിന്നെ ഈ വിരൽ മുദ്ര, നമ്മുടെ ആധാറൊക്കെ ഇല്ലേ, ആധാറിനകത്ത് നമ്മുടെ ഫോട്ടോ ഉണ്ട്. അത് പൂച്ച കണ്ടാൽ പോലും വെള്ളം കുടിക്കുകയല്ലേ, ലോകത്താരും തിരിച്ചറിയത്തില്ല. പക്ഷെ ഈ വിരൽ മുദ്ര ലോകത്താർക്കും ഇല്ല. നമ്മളിന്ന് വലിയ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ വേറെ വലിയ കാര്യങ്ങളൊന്നും കാണണ്ട, നമ്മുടെ കണ്ണ് മാത്രം ഒന്ന് സ്കാൻ ചെയ്താൽ മതി, നമ്മൾ വിടും. ചങ്ങാതി, നിന്റെ കണ്ണുപോലും ലോകത്താർക്കും ഇല്ല. അവിടെയാണ് ഈ ചിന്ത, ഞാൻ വേസ്റ്റാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ പാഴ്ജന്മമാണ്, ഞാൻ ഈ വീട്ടിൽ എന്തിനു ജീവിക്കുന്നു, ഞാൻ എന്തിനാണിങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനു മരിക്കാതിരിക്കണം? ഒറ്റ ഉത്തരം, നിന്നെ പോലെ എന്നെ പോലെ ഈ ലോകത്ത് ആരും ഉണ്ടായിട്ടില്ല, ഇനിമേൽ ഉണ്ടാകത്തുമില്ല. അതാണ് അനന്യത. അതുകൊണ്ട് ദൈവമുണ്ട് എന്നല്ല പഴകുളത്ത് പറയേണ്ടത്. ദൈവമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നമുക്കൊരു ഗുണവുമില്ല. എന്ന് പറഞ്ഞാൽ അത് പിശാചിനറിയാലോ ദൈവമുണ്ടെന്ന്. എത്രയോ മനുഷ്യർക്കറിയാം, വിശ്വാസമില്ലാത്ത മനുഷ്യർക്കറിയാം എന്തുണ്ടെന്ന്. എന്ത് ബലം ഉണ്ടാവും? ഇത് പറയുക, ദൈവമുണ്ടല്ലോ. ദൈവമുണ്ട് എന്നുള്ളതൊരറിവും ദൈവമുണ്ടല്ലോ എന്നുള്ളതൊരു അനുഭവമാണ്. നമുക്ക് ഏതാ ബലം? പറ. യെസ്, എൻ്റെ ദൈവമേ എനിക്കൊരു പ്രശ്നമുണ്ടെന്നല്ല, എൻ്റെ ഇന്ന പ്രശ്നമേ എനിക്കൊരു. അതുകൊണ്ട് ചങ്കിൽ കൈവച്ചിട്ട് പറയണം, ദൈവമുണ്ടല്ലോ. ഐ ആം യുണീക്ക്. എന്നെപ്പോലെ ലോകത്ത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും കാണാവുന്ന ദൂരത്തിൽ ഒരാൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാമെന്ന് വാക്ക് തന്നിട്ടില്ല, പക്ഷെ എല്ലാ കാലത്തും കൂടെ ഇരിക്കാമെന്ന് ചെവിയിൽ അടക്കം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കോവിഡ് വരാം, പോകാം, ഷുഗർ വരാം, കുറയാം, നടുവേദന വരാം, കുറയാം. എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടില്ലെന്നേ. പക്ഷെ എല്ലാ കാലത്തും കൂടെ ഇരിക്കാം. പിള്ളേരുടെ ഭാഷ പറഞ്ഞ ജീവിക്കാൻ ഇത്രയും പോരെ മച്ചാനെ, അല്ലേ? പിള്ളേർ പറയും ഐ എം യുണീക്ക്. ഈ മനുഷ്യന്റെ മഹത്വം ഈ പുസ്തകത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഇരിക്കുന്നവരും എഴുന്നേൽക്കുന്നവരും നീ, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ നിരൂപണങ്ങളൊക്കെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. എന്നെ നിനക്ക് മനസ്സിലായിട്ടുണ്ട്. വേറെ എവിടെയാണത് പറയുക? ഒരു മുടിനാരിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ മനുഷ്യന്റെ മഹത്വം ഈ പുസ്തകം പറയുന്നത് പോലെ ദൈവം നമുക്ക് 4 പദവി തന്നിട്ടുണ്ട് കേട്ടോ. ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ വി ഹാവ് 4 പ്രിവിലേജസ്. 1, ശ്രദ്ധിക്കണേ, വി ആർ എലക്റ്റഡ്. എന്താ എലക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്നാ മക്കളെ അർത്ഥം? തെരഞ്ഞെടുത്തു. നമ്മളെ ദൈവം എന്നാ തെരഞ്ഞെടുത്തേ? നിങ്ങൾ മരണ വീട്ടിലിരിക്കുന്ന പോലെ സന്തോഷത്തോടെ ഇരുന്ന് പറ, നമ്മളെ എന്നാ ദൈവം തെരഞ്ഞെടുത്തേ? സങ്കീർത്തനങ്ങളൊക്കെ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്. ഇരമ്യ 1:4, 139 സങ്കീർത്തനമൊക്കെ പറയും. എന്താ? അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ. വചനം പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞോണം, മിണ്ടാതിരിക്കല്ലേ. വെറുതെ ഇരിക്കാൻ ആണെങ്കിൽ ഇന്ന് വരരുതായിരുന്നു, പറഞ്ഞോണം. എന്നാൽ പുതിയ നിയമം നോക്കാം. എഫേസ്യ ലേഖനം 1:4 പറയും, ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ, അതാ, വി ആർ എലക്റ്റഡ്. ബിഫോർ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് വി ആർ എലക്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. പഴയ പാട്ടാ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയാൽ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേത് പാട്ടാ?
യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. ഇന്നലെ രാത്രി 11:30 മണിക്ക് ഞാൻ എഴുതിയ പാട്ടല്ല, പഴയ പാട്ടാ. ഒരു ഞരക്കം പോലും ഇല്ലെന്നുള്ളത് എന്നെ ഭാരപ്പെടുത്തുന്നു. ലോകസ്ഥാപനത്തിന് മുൻപേ വി ആർ എലക്റ്റഡ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ പദവി വി ആർ സെലക്റ്റഡ്. എന്താ പറഞ്ഞേ? അതിൻ്റെ അർത്ഥം തന്നെ മക്കളെ, സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്നായാലും ഇങ്ങനെ ശരിയാവും. എലക്റ്റഡ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തു, സെലക്റ്റഡ് എന്ന് പറഞ്ഞാലോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാ ഉണ്ട്? എലക്ഷൻ ഇൻസൈഡ് ദ എലക്ഷൻ ഈസ് സെലക്ഷൻ. എലക്ഷൻ അകത്തുള്ള എലക്ഷനാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ മോക്ക് PSCയുടെ 4 റാങ്ക് ലിസ്റ്റ് പേര് കിടപ്പുണ്ട്, പക്ഷെ ഇതുവരെ പണി കിട്ടിയിട്ടില്ല. ആദ്യത്തേത് എലക്ഷനും രണ്ടാമത്തേത് അതെ. നമ്മളെ ദൈവം ഈ ലോകത്ത് ഒരു മനുഷ്യ ജന്മമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷേ രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി സെലക്ട് ചെയ്തിരിക്കുന്നു. അതാ വ്യത്യാസം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന മൂന്നാമത്തെ പദവി വി ആർ അപ്പോയിന്റഡ്. ഉറക്കെ പറഞ്ഞേ, അപ്പോയിന്റഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ മക്കളെ? ഇവിടെ ചോദ്യമല്ല. അപ്പോയിന്റഡ് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? നിയമിച്ചു, നിയമനം. ഇന്ന് സന്ധ്യയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വൈകിട്ടിരിക്കുമ്പോൾ വല്ല അപ്പോയിൻമെൻറ്റ് ദൈവം തന്നിട്ടുണ്ടോ? ഞങ്ങളൊന്നും പറയത്തില്ല അച്ചോ, 8:45 നിർത്തി 9 മണിക്ക് അച്ഛൻ പൊക്കോ. ഇന്ന് വൈകിട്ട് ചോദിക്കട്ടെ, വല്ല അപ്പോയിൻമെൻറ്റും ദൈവം തന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പോയിൻമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് വാക്കെന്താ? ഡിസപ്പോയിൻമെൻറ്റ്. അതിൻ്റെ അർത്ഥം എന്താ? പറയൂ. നിരാശ. നിരാശ എങ്ങനെ ശരിയാവും? പോട്ടെ, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇറങ്ങിയതല്ല, അറിയില്ല എനിക്ക്. അപ്പോയിൻമെന്റ് നിയമനമാണ്, ഡിസപ്പോയിൻമെന്റ് എന്താണ്? അതെങ്ങനെ ശരിയാവും? അതെങ്ങനെയോ ശരിയായിക്കൊള്ളട്ടെ. ചോദ്യം ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഇന്ന് രാത്രി നമ്മൾക്ക് ഡിസപ്പോയിൻമെന്റ് ഉണ്ടോ? കരയാൻ കാരണമുണ്ടോ? നമ്മുടെ ആ കണ്ണീര് വീണ അത്താഴം ഈ രാത്രി സ്വന്തമാണോ? പ്രിയമുള്ളവരെ ഓർത്ത് വിതുമ്പേണ്ട ഒരു അനുഭവം ഈ രാത്രി ഉണ്ടോ? ഇല്ല. നിങ്ങൾ പറഞ്ഞു, പഴകുളത്തുകാർ പറഞ്ഞു, നമുക്കിന്ന് രാത്രി ഡിസപ്പോയിൻമെൻ്റ് ഇല്ല. ശരിയല്ലേ? ഒന്നുകിൽ കരയ്ക്കൂടെ പോകണം, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ പോകണം. ഡിസപ്പോയിൻറ്റഡ് അല്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, അപ്പോയിൻമെൻ്റ് ഉണ്ടോ? വേണ്ട, അത് ബുദ്ധിമുട്ടാവും. സത്യത്തിൽ ഈ അപ്പോയിൻമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം ഏതോ വലിയ കാര്യമാണ്. അല്ല. അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതം വലിയ കാര്യം നടക്കുന്നൊന്നുമല്ല. ഭൂതമല്ലാത്തതെന്തോ അതാണ് അത്ഭുതം. ഭൂതമല്ലാത്തതാണ് സമാധാനം, അസമാധാനം, സന്തോഷം. അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതല്ല എങ്കിൽ പോലും അത്ഭുതം. ഭൂതമല്ലാത്തത്. ഭൂതം എന്ന് പറഞ്ഞാൽ എന്നാ? ഞങ്ങളുടെ വീട്ടിൽ ഒരെണ്ണമുണ്ട്, അങ്ങനെ പറയുന്നത് കളയരുത്. ഭൂതം എന്ന് പറഞ്ഞാൽ എന്നാ? അയ്യോ, എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ. പാസ്റ്റ്, ഇന്നലെ നടന്നതിനെയാണെന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഇന്ന് പകൽ ഇന്നലെ നടക്കാത്ത എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ? നാം കുടിച്ച വെള്ളം പുതിയതായിരുന്നു, നാം ശ്വസിച്ച വായു പുതിയതായിരുന്നു, നാം അനുഭവിച്ച കൃപ പുതിയതായിരുന്നു, നാം സഞ്ചരിച്ച വഴി പുതിയതായിരുന്നു. സഹോദര, ഈ പകൽ അപ്പോയിൻമെൻ്റ് ഉണ്ടോ? ഉറക്കെ പറ, ഉണ്ട്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പറയണം. നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത് 6-7 വാതകങ്ങളുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹീലിയം ഉണ്ട്, ആർഗൺ ഉണ്ട്, മീഥൈലുണ്ട്, ഓക്സിജൻ ഉണ്ട്. ഈ മൂക്കിൻ്റെ തുമ്പത്ത് ഓക്സിജൻ മാത്രം പിടിച്ചു കയറ്റാൻ അരിപ്പ വെച്ച് തന്നത് ആരാണ് സ്നേഹിത? യുക്തിവാദി പറ, ശാസ്ത്രം പറ, അങ്ങനെ ഒരു അരിപ്പ നമ്മുടെ ശരീരത്തിലുണ്ടോ? ആര് തന്നു? ഈ മീഥൈൽ, ഉദാഹരണം പറഞ്ഞാൽ മീഥൈൽ ഐസോസൈനൈഡ് 1984 82 ആണോന്ന് ഞാൻ ഓർക്കുന്നില്ല, ഭോപ്പാലിൽ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയുടെ ഒരു വാൽവ് ചോർന്നതേ ഉള്ളൂ. ആയിരങ്ങളാണ് രാത്രി മരണപ്പെട്ടത്. ഓരോ ശ്വാസവും കൃപയാ. അങ്ങനെയെങ്കിലും നിങ്ങൾ ഉറക്കെ പറ, അപ്പോയിൻമെൻ്റ് ഉണ്ടോ?
ഉണ്ട്. We have 4 privileges. First one, we are elected. 2, we are selected. 3, 4, we are anointed. അഭിഷേകം, കൃപ പൊട്ടിയൊഴുകുന്ന വാക്കാ. ആ വാക്കെന്താ? പറ. താടി കൈ കൊടുത്തിരിക്കുമ്പോൾ എന്നെ അഭിഷേകമാണ്. ആ വാക്കെന്താ? അഭിഷേകം. ഉണ്ടോ? ഈ ഇരിപ്പ് കണ്ടിട്ട് ശകലം പോലും ഇല്ല അല്ലേ? നമുക്ക് മാമോദീസായിൽ കിട്ടിയ അഭിഷേകമുണ്ട്, അതൊക്കെ ലിറ്റർജിയാണ്, ആരാധനയാണ്. പക്ഷെ ഇന്ന് രാത്രി വിഷയവുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് കിട്ടിയ അഭിഷേകം എന്താണെന്നറിയാം? നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട്, ഒറ്റ കാര്യമുള്ളൂ, റാദർ ദാൻ യുവർ ഫ്രണ്ട്സ്. ആർക്കുമില്ലാത്തൊരു സ്പെഷ്യൽ, നിന്റെ ഭർത്താവിനില്ലാത്ത, നിന്റെ ഭാര്യയ്ക്കില്ലാത്ത, കുഞ്ഞുങ്ങൾക്കില്ലാത്ത, അയലോക്കക്കാർക്കില്ലാത്ത കൂട്ടുകാരിൽ പരമായി വിശ്വസിക്കുക. ഞാൻ വേസ്റ്റാണ്, ഞാൻ യൂസ്ലെസ് ആണ്, എന്നെ കൊണ്ട് കൊള്ളത്തില്ല, ഞാൻ അന്ന് പറയുമ്പോൾ ചിന്തിക്കുക. കൂട്ടുകാരിൽ പരമായി ആർക്കുമില്ലാത്തൊരു പോരാട്ടം ചങ്ങാതി നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്തൊരു അഭിഷേകം ദൈവം തരും. ആർക്കുമില്ലാത്തൊരു പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉറപ്പായി വിശ്വസിക്കുക, ആർക്കുമില്ലാത്തൊരു അനോയിൻമെന്റ്, അഭിഷേകം ദൈവം നമുക്ക് തരും. അതാണ്. അതുകൊണ്ട് പറയണം, ഐ ആം എലക്റ്റഡ്, ഐ എം സെലക്റ്റഡ്, ഐ എം അപ്പോയിന്റഡ്, ഐ ആം അനോയിന്റഡ്, സോ ഐ ആം യുണീക്ക്. ഈ രാത്രി ഭാരപ്പെട്ട് ജീവിതത്തെക്കുറിച്ച് വല്ലാതെ കരഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഏറ്റുപറ, ഞാൻ അനന്യനാണ്, എന്നെ പോലെ വേറെ ആരും ഇല്ല. 4 പദവി. സത്യത്തിൽ നമ്മുടെ കർത്താവ് അനുഭവിച്ച സങ്കടങ്ങൾ, മനുഷ്യനെന്ന നിലയിൽ 3.5 വർഷം തമ്പുരാനെ ബലപ്പെടുത്തിയത് എന്തെന്നറിയാം? തുടങ്ങിയപ്പം ഒരു വാക്ക് കിട്ടി. എന്തെന്നറിയാം? യോർദാൻ നദിയിൽ നിന്ന് സ്നാനമേറ്റപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, യു ആർ മൈ ബിലവഡ്, ഇവൻ എൻ്റെ സ്വന്തം ഇട. നീ അപ്പന് മോനോടുള്ള സ്നേഹത്തിൻ്റെ പരസ്യമാണ് ഈ 2 അക്ഷരം, സ്വന്തം. യോർദാനിലെ വെള്ളത്തേക്കാൾ തണുപ്പില്ലേ അതിന്? കർത്താവിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പന് വിളി കേട്ടോണ്ട് തുടങ്ങുകയും അപ്പന് വിളി കേട്ടോണ്ട് അവസാനിപ്പിക്കുകയും ചെയ്ത ആളാണ്. തുടങ്ങിയപ്പോൾ 40 ദിവസത്തെ ഉപവാസം. അത് കഴിഞ്ഞ് വന്നപ്പോൾ പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് വൃത്തിക്ക് എഴുതിയിരിക്കുന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞത് എങ്ങനെയാണ്? ചുണയുള്ള അപ്പൻ്റെ മോനാണെങ്കിൽ നീ ആരാണെന്ന് തെളിയിക്ക്, നിന്റെ അപ്പൻ ആരാണെന്ന് തെളിയിക്ക്. കൊള്ളാലോ. സ്വത്ത് പ്രതിസന്ധി എന്ന് പറയും, ഐഡന്റിറ്റി ക്രൈസിസ്. നമുക്കറിയില്ല, നമ്മളെ ആരെങ്കിലും ഈ വിളി വിളിച്ചാലോ തല തുണിയൊക്കെ ഇട്ട് പാടുമോ? മോക്ഷയാത്രയാണ്. കൊള്ളാം. അപ്പോഴാണ് 40 ദിവസത്തെ വിശന്ന് നിൽക്കുമ്പോൾ, അപ്പൊ തമ്പുരാൻ എങ്ങനെയാ മറുപടി പറഞ്ഞു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് എഴുതിയിരിക്കുന്നല്ലോ. വചനം എടുത്ത് കാണിച്ചു. ഇനി നിർത്തിയപ്പോഴോ? കുരിശിൽ കടന്നപ്പോൾ അവസാനിപ്പിച്ചപ്പോൾ താഴെ കിടപ്പോ ഒരു പാർട്ടി പറഞ്ഞു, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന്, ചുണയുള്ള അപ്പൻ്റെ മോനാണെങ്കിൽ അവിടെയും ഒറ്റ മുറിവായിട്ട് കിടക്കുക. നിങ്ങൾ ആലോചിക്കൂ, അപ്പന് വിളി കേട്ടോണ്ട് തുടങ്ങുകയും അപ്പന് വിളി കേട്ടോണ്ട് അവസാനിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് ആര്? അപ്പം നമ്മുടെ പള്ളിയിൽ, മർത്തമറി സമാജത്തിലോ വനിതാ കൂട്ടായ്മയിലോ യുവജന പ്രസ്ഥാനത്തിലോ പള്ളിയിലോ കമ്മിറ്റിയിലോ പൊതുയോഗത്തിലോ അന്യായമായി ആരെങ്കിലും നമ്മളെ പരിഹസിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്താൽ ഇത് ഓർത്തേച്ചാൽ മതി. അപ്പന് വിളി കേട്ടുകൊണ്ട് തുടങ്ങുകയും അപ്പന് വിളി കേട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്ത ഒരാളുടെ പുറയാണ് ഇത് കേൾക്കുന്നത്. പിന്നെ കയ്യിലിരിപ്പുകൊണ്ട് കേട്ടാൽ എനിക്ക് ഉത്തരവാദിത്വമില്ല. അവിടെയൊക്കെ യേശുവിനെ തണുപ്പിച്ച പദം സ്വന്തം. എന്താ? സ്വന്തം. ഞാൻ പഴകുളത്തുകാരോട് ചോദിക്കട്ടെ, മറുപടി കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഓൺലൈനാണെങ്കിൽ പ്രവാസികൾ കൃത്യമായിട്ട് പറഞ്ഞാൽ, കത്തെഴുതിയിട്ടുണ്ടോ? കത്തെഴുതിയിട്ടുണ്ടോ? പഴയ 75 പൈസയുടെ പഴയ കത്ത് വല്ലതും ഇരിപ്പുണ്ടോ? കുടുംബകലഹം ഉണ്ടാക്കാൻ ഇറങ്ങിയതല്ല ഞാൻ, അതവിടെ വേണ്ട, അത് ചോദിക്കുന്നില്ല. ഇനി ഈ കത്ത് എൻ്റെ ഓർമ്മയിൽ നീല നിറമുള്ള 75 പൈസയുടെ ഇല്ലൻ്റെ ഓർമ്മയുണ്ടോ? ഉണ്ട്.
നമ്മൾ കത്ത് എഴുതി തുടങ്ങിയത് അങ്ങനെ. ആദ്യത്തെ വരി എന്നായിരുന്നു? ഗോഡ് ഈസ് ലവ്, പ്രൈസ് ദ ലോർഡ്. ഭക്തി എന്നറിയാം, കൊള്ളാം. അടുത്ത വരി എങ്ങനെയായിരുന്നു? എത്രയും പ്രിയപ്പെട്ട എൻ്റെ ഇച്ഛായൻ അറിയുന്നതിന് അവിടെ സുഖമെന്ന് വിശ്വസിക്കുന്നു, ഇവിടെയും സുഖം തന്നെ. പിന്നെ എന്തൊക്കെയുണ്ട്? ഓ, എന്നെ ഫോർമാലിറ്റി ആയിരുന്നു. 4-5 വരിയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഫോർമാലിറ്റിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ റബ്ബറിൻ്റെ കമ്പൊടിഞ്ഞതും എരുത്തിൽ ഓട് പൊട്ടിയതും ആട് പ്രസവിച്ചതും ഒക്കെ കുനു 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 കുനാന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ എഴുതിയിട്ട് ഇല്ലൻ്റെ തിരിച്ചു വയ്ക്കുമ്പോൾ 2 വരി എഴുതാൻ ഇപ്പോൾ വലിയ പുള്ളികളാണ്, ബലമൊക്കെ പിടിച്ചിരിക്കുക. പഞ്ഞം പിടിച്ച കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. 2 വരി എഴുതാൻ നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല അല്ലേ? അവിടെ നമ്മൾ എഴുതി അല്ലേ? എന്നിട്ട് ഈ കത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാ? എന്ന് ഇച്ഛായൻ്റെ പറ സ്വന്തം. പഞ്ഞം പിടിച്ച കാലത്ത് അടുത്ത കത്ത് വരാൻ 2 മാസം കഴിയും. വീഡിയോ കോളിൻ്റെ കാലത്ത് അത് മനസ്സിലാവില്ല. അടുത്ത കത്ത് വരുന്നവർ വരെ പ്രാണപ്രിയൻ അകലെയുണ്ടെന്നുള്ള തോന്നലിൽ ഉറ്റവരും പ്രിയപ്പെട്ടവരും അടുത്തില്ലാത്തപ്പോൾ ചങ്കോട് ചേർത്ത് എത്ര തവണ പിടിച്ചിട്ടുണ്ട് നാം ആ കത്ത്. എൻ്റെ സ്വന്തം, എൻ്റെ സ്വന്തം, എനിക്കൊരാളുണ്ട് അകലെ. ഇന്നിപ്പോൾ കൂടെ ഉണ്ടായതുകൊണ്ട് വിലയൊന്നും ഇല്ലാത്ത സ്വന്തം. യു ആർ മൈ ബിലവഡ്. ഉരുകുന്ന മനസ്സേ, തകരുന്ന ഹൃദയമേ, തകർന്നിരിക്കുന്ന ജീവിതമേ, യു ആർ എലക്റ്റഡ്, യു ആർ സെലക്റ്റഡ്, യു ആർ അപ്പോയിൻറ്റഡ്, യു ആർ അനോയിൻറ്റഡ്. സോ നമ്മൾ പറയണോ, അതുകൊണ്ട് ഞാൻ അനന്യന, എന്നെപ്പോലെ ഈ ലോകത്ത് ഏറ്റവും വലിയ അത്ഭുതം ആരാ പ്രിയപ്പെട്ടവരെ? നയഗര വാട്ടർഫോൾസ് ആണോ? താജ്മഹലാണോ? ഈഫൽ ടവർ ആണോ? ബുർജ് ഖലീഫയാണോ? ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം ഏതാ? മനുഷ്യരാ. അല്ല, നമ്മൾ ചങ്കത്ത് കൈവച്ചിട്ട് പറയണം നമ്മളാ അല്ലേ? നമ്മളാ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം. എൻ്റെ മുന്നിലിരിക്കുന്ന ലക്ഷപ്രഭുക്കൾ, എൻ്റെ മുന്നിലിരിക്കുന്ന കോടീശ്വരന്മാരുടെ പിറകിൽ നിങ്ങൾ എന്തിനെന്നെ തുറച്ചു നോക്കുന്നു? നിങ്ങൾ SBIയും ഫെഡറൽ ബാങ്കും ആലോചിക്കരുത്. ഒരു ദിവസം 1,3370 തവണ ഇടിക്കണ ഒരു ഹൃദയം കയ്യിലില്ലേ? അതൊക്കെ ആലോചിക്കും. നീ ഹൃദയമില്ലാത്തോളാണെന്ന് അയലോക്കാർ പറയുമെങ്കിലും ഉണ്ട്. ഏതാണ്ട് 1,68,000 മൈൽ രക്തം ഒഴുകുന്നുണ്ട് ശരീരത്തിൽ ഒരു ദിവസം. ഒരു സെക്കൻഡിൽ ഏതാണ്ട് 25 ലക്ഷം ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ മക്കളെ, ഏതാ? നമ്മുടെ ശ്വാസകോശം. 1100 ലിറ്റർ ഓക്സിജൻ പിടിച്ചു കയറ്റുന്നുണ്ട്. മാങ്ങാണ്ടി പോലെ ഇരിക്കുന്ന 2 സാധനം ഉണ്ടല്ലോ, എന്നാ? കിഡ്നി. 2 ഉണ്ടോ? ഇരിപ്പ് കണ്ടിട്ട് തോന്നില്ല, ഒരെണ്ണം പോയ മട്ടാണ്. 180 ലിറ്റർ രക്തം ശുദ്ധീകരിക്കുന്നുണ്ട്. 4448 ഞരമ്പുകൾ, 639 മസിലുകൾ, 186 സന്ധികൾ. ശരീരം പരിശോധിക്കുവോ? എത്ര വലിയ കൃപയാ! ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം നമ്മളാ. ഇതിങ്ങനെ ഉണ്ടെന്നുള്ളതാ. ആലോചിച്ച് നോക്കിക്കേ, ഇതൊക്കെ ചോദിക്കാതെ കിട്ടിയതാ. നമ്മുടെ ജീവിതത്തിന് 2 പകുതിയാണ്. ചോദിക്കാതെ കിട്ടുന്നൊരു കാലമുണ്ട്, ചോദിച്ചിട്ട് കിട്ടാത്തൊരു കാലമുണ്ട്. ചോദിക്കാതെ കിട്ടുന്ന കാലം എന്ന് പറഞ്ഞ ഒരു 10, 40, 45, 50 വയസ്സ് വരെയൊക്കെ നമ്മൾ ചോദിച്ചിട്ടല്ല നമുക്ക് ഈ ജന്മം തന്നത്. നമ്മൾ ചോദിച്ചിട്ടില്ല അല്ല നമ്മൾ ഈ അവയവങ്ങളൊക്കെ ദൈവം ആരോഗ്യത്തോടെ തന്നത്. അനുഗ്രഹിക്കപ്പെട്ട മക്കളെ നമ്മൾ മടിയിലേക്ക് വെച്ച് തന്നത് ഇതിനെ തന്നെ ചോദിച്ചിട്ടല്ല. നമ്മുടെ പൊന്നുപോലത്തെ കെട്ടിയോൻ അല്ലേ കിട്ടിയത്, പഴകുളത്തുനിന്ന് എന്നെ കിട്ടിയത് ചോദിച്ചിട്ടല്ല. ഒന്നും പറയാതിരിക്കുക ഭേദം, പോട്ടെ, അത് പറയണ്ട. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് നോക്കി. നമ്മുടെ വീട്, നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ജീവിതം ഒന്നും ചോദിച്ചിട്ടല്ല. മുട്ടിമേ കടന്നിട്ടൊന്നും കിട്ടിയതല്ല. നമ്മളിതിന് വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ചോദിക്കട്ടെ, പറയട്ടെ, ചോദിച്ചിട്ടും കിട്ടാത്തൊരു കാലമുണ്ട്. ഒരു 10-70 വയസ്സ് കഴിഞ്ഞവരൊക്കെ ചിന്തിക്കേ, 2 ഡിസ്ക് ഇളകിയതാ. ഇനി എത്ര പ്രാർത്ഥിച്ചാലും എത്ര മരുന്ന് വെച്ചാലും ഒരു പരിധി വരെ അങ്ങനെ ഇരിക്കുള്ളൂ. 1.5 മുട്ടയിലൊക്കെ നടക്കുന്നതുകൊണ്ട് 8-10 എന്നും പറഞ്ഞൊക്കെ വലിയ പ്രയോജനമൊന്നും ഉണ്ടാവത്തില്ല. ഒരു 10-60 കഴിഞ്ഞ് ഇനി എത്ര ക്രീം തേച്ചാലും എൻ്റെ പൊന്നമ്മാമേ ആ ക്രീമിനൊക്കെ ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഒരു പ്രായം കഴിഞ്ഞ് ഒരു ചിന്തിച്ചോണം, ചോദിക്കാതെ കിട്ടിയ ഒരു കാലമുണ്ട്, ചോദിച്ചിട്ടും കാലമുണ്ട്. ഹോശേയ പ്രവാചകൻ പറയുന്നില്ലേ,
വി ആർ ലൈക്ക് എ ബ്രോക്കൻഡ് വെസൽ. ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരുന്നു നമ്മളാ. പക്ഷെ വി ആർ എലക്റ്റഡ്, സെലക്റ്റഡ്, അപ്പോയിന്റഡ്, അനോയിന്റഡ്. മനുഷ്യൻ, നമ്മളാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം. എന്നെപ്പോലെ വേറെ ആരുമില്ല. അത് പറയണം, അത് പറയാൻ നമുക്ക് കഴിയണം. യേശു ക്രിസ്തു അവിടെയാണ്. യേശു ക്രിസ്തു ഒരു കവിതയും എഴുതിയിട്ടില്ല. പക്ഷെ പാരഡൈസ് ലോസ്റ്റ് എഴുതിയ ജോൺ മിൽട്ടൺ, ഇൻ മെമ്മോറി എഴുതിയ ലോർഡ് ടെന്നിസൺ തുടങ്ങി ആത്മാവെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആനന്ദപൂർണനായി കന്യാപുത്രനെന്ന് വള്ളത്തോൾ വരെ ലോകത്തെ വിശ്വകവികളിലെല്ലാം യേശുവിൻ്റെ സ്വാധീനമുണ്ട്. യേശുക്രിസ്തു 3.5 വർഷമേ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ പ്ലേറ്റോ 50 വർഷം പഠിപ്പിച്ചു, അരിസ്റ്റോട്ടിൽ 40 വർഷം പഠിപ്പിച്ചു, സോക്രട്ടീസ് 40 വർഷം പഠിപ്പിച്ചു. തത്വശാസ്ത്രങ്ങളൊക്കെ ചത്തുപോയി. യേശുവിൻ്റെ വചനം. യേശുക്രിസ്തു ഒരു പാട്ടും എഴുതിയിട്ടില്ല. പക്ഷെ മൊസാർട്ടിൻ്റെ സിംഫണി, ബിഥോവൻ്റെ പാട്ടുകൾ ക്രിസ്തുവിൻ്റെ സ്വാധീനമാണ്. യേശുക്രിസ്തു ഒരു ഗ്രന്ഥവും ചമച്ചിട്ടില്ല. പക്ഷേ ലോകത്തെ വലിയ എഴുത്തുകാരെ നോക്കൂ. വിക്ടർ ഹ്യൂഗോ, ടോൾസ്റ്റോയ്, ദസ്തയേവ്സ്കി, ലോകത്തെ ഏറ്റവും വലിയ എഴുത്തുകാരിലെല്ലാം ക്രിസ്തു ഉണ്ട്. യേശുക്രിസ്തു ഇങ്ങനെയാണ്. മാനവ സംസ്കാരം എവിടെയെല്ലാം വളർന്നിട്ടുണ്ടോ, മാനവിക മൂല്യങ്ങൾ എവിടെയെല്ലാം ആദരിക്കപ്പെട്ടിട്ടുണ്ടോ, അവയുടെ പിന്നിലൊക്കെ ആരുണ്ട്? കർത്താവുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, ക്രിസ്തു ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ അഭിഷേകം ചെയ്യുമായിരുന്നു. എൻ്റെ കണ്ണീര് കൊണ്ടല്ല, എൻ്റെ ചങ്കിലെ രക്തം കൊണ്ട്. നോട്ട് വിത്ത് മൈ ടീയേഴ്സ് ബട്ട് വിത്ത് മൈ ഹേർട്ട്സ് ബ്ലഡ്. ചങ്കിലെ ചോര കൊണ്ട്. 1893 അമേരിക്കയിലെ വലിയ ഒരു പ്രഭാഷണത്തിൻ്റെ മനോഹരമായ ലോകം മുഴുവൻ അദ്ദേഹത്തെ ഉറ്റുനോക്കിയിട്ട് തിരിച്ച് മദിരാശി കടപ്പുറത്ത് 1894 വിവേകാനന്ദൻ കടപ്പുറത്ത് കപ്പലിറങ്ങിയപ്പോൾ 10,000 വിവേകാനന്ദനെ സ്വീകരിക്കാൻ കൂടി വന്നപ്പോൾ വിവേകാനന്ദൻ പ്രഭാഷണം തുടങ്ങിയ വിഷയം ഇതായിരുന്നു: ലാസറെ പുറത്തു വാ. അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യൻ ജനത ആ കല്ലുകൾ ഭേദിച്ച് പുറത്തു വരാൻ വിവേകാനന്ദൻ തുടങ്ങി വച്ചത് ബൈബിളിലെ ഉദ്ധരണിയാണ്. വിവേകാനന്ദന് ക്രിസ്തു ആരാ? സമീപകാലത്ത് ഞാൻ കേട്ടു, കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ബി ഇക്ബാൽ, ആ പേര് കേൾക്കുമ്പോൾ അറിയാം, ഒരു മുസ്ലിമാണ്. ഒരു ക്രിസ്മസ് കാലത്ത് അദ്ദേഹം എഴുതി, എല്ലാ ക്രിസ്മസ് കാലത്തും ഞാൻ 4 സുവിശേഷങ്ങൾ വായിച്ചു തീർക്കാറുണ്ട്. ഇപ്പോഴെനിക്കതൊരു ശീലമാണ്. കേൾക്കുന്നോ ചങ്ങാതി? ഒരു ഇസ്ലാം പറയുകയാണ്, എല്ലാ ഡിസംബർ മാസത്തിലും മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളും വായിച്ചു തീർക്കുന്നു. എനിക്കിപ്പോൾ ഒരു ശീലമാണ്. വല്ല നാണവും നമുക്ക് തോന്നുന്നുണ്ടോ? ഈ പുസ്തകം നീ എടുത്താൽ നിന്റെ തലമുറ ഏറ്റെടുക്കും. കുറച്ച് നാൾ മുമ്പ് ജോസച്ചനറിയാം, പരുമലയിൽ നടന്നൊരു വൈദിക സമ്മേളനത്തിൽ കാലടി സംസ്കൃത സർവകലാശാലയുടെ അതിപ്രഗത്ഭനായിരുന്ന ചാൻസലറായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണ സാറ് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, വലിയ നോമ്പ് കാലത്ത് ഞാൻ യേശുവിൻ്റെ കഷ്ടാനുഭവം വായിച്ചാണ് ജീവിതം പ്രഭാതങ്ങൾ ആരംഭിക്കുന്നത്. അത് വായിക്കുമ്പോഴൊക്കെ ഞാൻ കരയാറുണ്ട്. ഡോക്ടർ KS രാധാകൃഷ്ണൻ ഒരു ഹൈന്ദവനാണ്. കേരളം കണ്ട ശ്രീനാരായണ ഗുരുവിന് ശേഷമുള്ള ഏറ്റവും വലിയ ശ്രീനാരായണീയൻ ഗുരു നിത്യചൈതന്യയതി, വലിയ മനുഷ്യൻ, ചിന്തകൻ. അദ്ദേഹം ഒരു വശം തളർന്നു കിടന്നാണ് മരണത്തിലേക്ക് പോണത്. ഒരു വശം തളർന്നു പോയപ്പോൾ അവസാനത്തെ കത്തിൽ, നിങ്ങൾ എന്നെ നോക്കിക്കേ, അവസാനത്തെ കത്തിൽ അദ്ദേഹം എഴുതി, കിഴക്ക് നിന്ന് എൻ്റെ കർത്താവിൻ്റെ പുഞ്ചിരി ഞാൻ കാണുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരുനിവാസം എത്ര മനോഹരം. പഴകുളത്തുകാരെ, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതൊന്നും ക്രിസ്ത്യാനിയെ കുറിച്ചല്ല, ഇസ്ലാമിനെ കുറിച്ചാണ്, ഹൈന്ദവ സന്യാസത്തെക്കുറിച്ച്. അവരൊക്കെയാണ്. എന്നാൽ യേശു ക്രിസ്തു നമുക്കാരാ? യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിൽ വന്നൊരു മിഷണറി, വില്യം കേറി എന്നാണ് പേര്. 24 ഇന്ത്യൻ ഭാഷകൾ പഠിച്ചു. എന്തിനെന്നറിയാം? ബൈബിൾ തർജ്ജിമ ചെയ്യാനായിട്ട് മാത്രം. 24 ഇന്ത്യൻ ഭാഷകൾ. ആ ഭാഷകളിലേക്ക് പുതിയ നിയമം തർജ്ജിമ ചെയ്തു. പറയാൻ വന്നതല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ മെൻ്റൽ പേഷ്യൻ്റായിരുന്നു, മകൻ സദാ കിടപ്പ് രോഗിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഭ്രാന്തിയായ ഭാര്യയോടുകൂടെ ജീവിച്ചയാൾ
24 ഇന്ത്യൻ ഭാഷകൾ പഠിച്ച് ബൈബിൾ വിവർത്തനം ചെയ്തു. ഇവിടെ നോർമലായ ഒരെണ്ണത്തിൻ്റെ കൂടെ കഴിഞ്ഞ 21 വർഷമായിട്ട് ജീവിക്കുക. ഇതൊരു തവണ വായിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. സത്യമല്ലേ? ഇവിടെ നോർമലായ ഒരെണ്ണത്തിൻ്റെ കൂടെ കഴിഞ്ഞ 16 വർഷമായിട്ട് ജീവിക്കുക. ഇതൊരു തവണ വായിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. ഈ നോമ്പ് കാലത്ത് ഈ പറയുന്നതൊക്കെ എന്നെ കുത്തട്ടെ, സ്നേഹിത താങ്കളെ കുത്തട്ടെ. യേശുക്രിസ്തു ലോകത്തിനൊരു കാരണമാണ്. പക്ഷെ ഈ നോമ്പ് പകുതിയായിട്ടും യേശുക്രിസ്തു നമുക്കൊരു കാരണമല്ല. We substitute Jesus Christ for our convenience. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ തമ്പുരാനെ, ഒരു ചാറ്റമഴ പെയ്താൽ നമ്മൾ ഞായറാഴ്ച തമ്പുരാനെ മാറ്റിവെക്കും. ഒരു വിരുന്നുകാരൻ വന്നാൽ, ഒരു കല്യാണത്തിന് വിളിച്ചാൽ നമ്മൾ ഞായറാഴ്ച തമ്പുരാനെ മാറ്റിവെക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, കർത്താവ് ശരിക്കും നമുക്കാരാ? ശരിക്കും നമുക്ക് കർത്താവ് ആരാ? നമ്മൾ ഈ പരിപാടികളിൽ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് സത്യത്തിൽ നമുക്ക് പലപ്പോഴും ആരുമല്ല. We substitute Jesus Christ for our convenience. പീരുമേടെന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് നൂറ്റാണ്ടിന് മുമ്പ് ഒരു പുരോഹിതൻ സ്ട്രോക്ക് വന്ന് കടന്നുപോയി. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലെ ഒരു ചെറിയ ഓടിട്ട പള്ളി. ആ പള്ളിയുടെ സൈഡിലെ മുറിയിൽ അനങ്ങാനാകാതെ കിടക്കുന്ന അച്ഛൻ്റെ പേര് TJ ആൻഡ്രൂസ് എന്നാണ്, CSI ആണ്. കുറേ നാൾ അച്ഛൻ കടന്നുപോയി, രോഗഗ്രസ്തനായി. അകത്ത മുറിയിൽ പള്ളി, അത് ചെറിയ പള്ളിയാണ്. ആരാധന നടക്കുമ്പോൾ ആ പുരോഹിതൻ്റെ ചങ്ക് ഉരുകുന്നുണ്ട്. പക്ഷെ തളർന്നുപോയ കരങ്ങൾ കൊണ്ട് അദ്ദേഹം എഴുതി വെച്ച ഒരു പേപ്പറിലെ കുറിപ്പുണ്ട്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ കുറിപ്പിൻ്റെ ശ്രുതി നമ്മെ സ്വാധീനിക്കുന്നതാണ്. തളർന്നുപോയ കരങ്ങൾ കണ്ട് ആ പാവപ്പെട്ട അച്ഛൻ എഴുതി വെച്ച ചെറിയ കുറിപ്പുകൾ പീരുമേട്ടിൽ നിന്ന് ക്രൈസ്തവ കൈരളിയിലേക്ക് മുഴുവൻ പടർന്നു. അങ്ങനെ അവിടെ കിടന്ന് എഴുതിയതാണ് അദ്ദേഹം. എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താൽ ഓർത്തുവരും തോറുമൻ. ജീവിതത്തിൻ്റെ വേദനകളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ ഒരു മനുഷ്യൻ എഴുതി വയ്ക്കുക, രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ. എത്ര മധുരമെന്ന്! ഇതാണോ മധുരം? ഈ കിടപ്പാണോ മധുരം? നമ്മളിങ്ങനെ വന്നിരുന്നിട്ട് പോവല്ലാതെ. കർത്താവ് ശരിക്കും നമുക്കാരാ? യേശു കർത്താവ് ശരിക്കും നമുക്കറിയാം. വിശ്വാസം ഉണ്ടോ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പം. യെസ്, ശരിയാണ്. ഞാൻ പറയട്ടെ, അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു സ്നേഹിതൻ എനിക്ക് അയച്ച ഫെയ്ത്ത്, വിശ്വാസം എന്നതിനൊരു നിർവചനം മനോഹരം. അവരതിന് കൊടുത്തൊരു നിർവചനം എങ്ങനെയാണ്? FAITH, ഫെയ്ത്ത്, ഫോർവേഡിങ് ഓൾ ഇഷ്യൂസ് ടു ഹെവൻ. ഒരു യുവാവായിരുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി. ഫോർവേഡിങ് ഓൾ ഇഷ്യൂസ് ടു, നിന്റെ എല്ലാ പ്രശ്നങ്ങളും സ്വർഗത്തേക്ക് ഫോർവേഡ് ചെയ്യുന്നതിൻ്റെ പേരാണ്. നമ്മൾ നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടതോ വേണ്ടാത്ത ഫോർവേഡ് ചെയ്യുന്നുണ്ട്. വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പഴകുളം പള്ളിയുടെ ചുവരിൽ ഒരു ഗോവേണി ചാരിത്തരാം, കയറാമോ? ഇനി ഏണിയെ കയറ്റാൻ വന്നിരിക്കുക പാരാത്രികല്ലേ. ഒരു ഗോവേണി ചാരിത്തരാം, കയറാമോ? നിങ്ങൾ എന്തെങ്കിലും രൂക്ഷമായിട്ട് നോക്കാൻ ഉത്തരം പറ. ഒരു 7 ചാരിത്തരാം, കയറാമോ? കയറാം. പിന്നെ ഒരു ഗോവേണി ചാരിത്തന്നാൽ കയറില്ലേ? ചോദ്യം അതല്ല. ഞാനും കയറാം. മുകളിലത്തെ പടി നോക്കാതെ കയറാം. ഏണി വച്ചിരിക്കുന്നു, നമ്മൾ ഇന്ന് മുകളിലത്തെ പടി നോക്കാതെ കയറാൻ പറ്റുമോ? ആലോചിച്ച് പറയണം.
പറ്റത്തില്ല, കേറില്ല. നമ്മളൊന്ന് കുലുക്കിയൊക്കെ നോക്കി മുകളിലത്തെ പടി നോക്കാതെ കയറുന്നതിൻ്റെ പേരാണ് വിശ്വാസം, അല്ലേ? മുകളിലത്തെ പടി മുന്നിലൊരു ചുവടു വയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, ആയതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവഹിതം. എന്താ മനസ്സിലായില്ലേ വരികൾ? മുന്നിലൊരു ചുവടു വയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ. ഒരു ചുവട് വയ്ക്കാൻ മാത്രം, ആയതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവഹിതം. കർത്താവ്, എനിക്ക് വിശ്വാസമില്ല, ഏണിക്കുലുക്കി നോക്കാറാ ഞാൻ കയറുകയല്ല. താങ്കൾ കയറുമോ? നമുക്ക് കർത്താവാരാ? ഈ പരിശുദ്ധ നോമ്പിന്റെ മധ്യത്തിൽ ചിന്തിക്കും, നമുക്ക് കർത്താവാരാ? കാട്ടത്തിയുടെ മുകളിലിരുന്ന സക്കായിയും നാട്ടത്തിയുടെ ചുവട്ടിലിരുന്ന നഥനയേലും, കിടന്നു പരാതി പറഞ്ഞ ബത്സയിദാ കുരുടനും, ഇരുന്നു പരാതി പറഞ്ഞ ബർത്തിമായും, പുറകെ നടന്ന് പരാതി പറഞ്ഞ ജ്ഞാനായക്കാരിയും, അല്ലേ? നട്ടപ്പാതിരയ്ക്ക് വന്ന നിക്കോദിമോസും, പട്ടാപ്പകൽ വന്ന സമരിയക്കാരിയും, എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു കൃപ ഈ ആലയത്തിൻ്റെ മേലുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ഭാരപ്പെട്ട് വേദനപ്പെട്ട് ചങ്ക് പകർന്നിരിക്കുമ്പോൾ ഞാൻ ഈ മേൽപ്പറഞ്ഞ എല്ലാ കാറ്റഗറിയിലുള്ളവരെയും ചേർത്ത് പിടിച്ചൊരു ദൈവസ്നേഹത്തിന്റെ തണലിൽ ഈ ആലയത്തിന്റെ മീതെ പൊരുന്നിരിക്കുന്നുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ദൈവമുണ്ടെന്ന് ഞാൻ പറയത്തില്ല, ദൈവമുണ്ടല്ലോ. എൻ്റെ ദൈവമേ, എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഇന്ന പ്രശ്നമേ. മക്കളെ, പരീക്ഷയൊന്നും ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കരുത്. പരീക്ഷയോട് പറയണം, എൻ്റെ ബയോളജി എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ ഫിസിക്സ് എനിക്കൊരു, എൻ്റെ മാത്തമാറ്റിക്സ് എനിക്കൊരു. അതും പറഞ്ഞിട്ട് പുസ്തകം തുറക്കാതിരിക്കരുത്. മക്കളെ, ഇനി എങ്ങനെ പഠിപ്പിക്കണം നമ്മളിതൊക്കെ? ഒന്നാമത്തെ ചിന്ത അതാ. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് നിർത്താം. ഞാൻ അനന്യനാ, നമ്മളെപ്പോലെ ആരും ഉണ്ടായിട്ടില്ല ഇനിയോട്ട്. അതുകൊണ്ട് ഞാൻ വേസ്റ്റ് അല്ല, ഞാൻ യൂസ്ലെസ് അല്ല. ഒരുപക്ഷെ ലോകം എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും, ചിലരെന്നെ പരിഹസിക്കുന്നുണ്ടാവും, ചിലരെന്നെ ആക്ഷേപിക്കുന്നുണ്ടാവും, കാരണമില്ലാതെ ഉരുകേണ്ടി വരുന്നുണ്ടാവും. പക്ഷേ നമ്മെ അറിയുന്നൊരു സ്വർഗത്തിലെ അപ്പനുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നവരാകയാൽ, വചനം പറഞ്ഞ് അവൻ നിങ്ങൾക്കായി കരുതുന്നവരാകയാൽ. 2, നമുക്ക് സ്വയം പറയാനുള്ള രണ്ടാമത്തെ വാക്ക്, ഐ ആം അൺഎലിജിബിൾ. ഞാൻ അയോഗ്യനാണ്. 1, നമ്മൾ പറഞ്ഞു ഞാൻ അനന്യനാണ്. ഐ ആം യുണീക്ക് കോൺഷ്യസ്നെസ്. 2, ഐ ആം അൺഎലിജിബിൾ. ഞാൻ അയോഗ്യനാണ്. അൺഎലിജിബിലിറ്റി കോൺഷ്യസ്നെസ്. എപ്പോഴാണ് പറയണ്ടേ? സ്വന്തം ജീവിതത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പരാതി പറയും, ഇല്ലേ? ഞാൻ ഇത്രയൊന്നുമല്ല ആഗ്രഹിച്ചത്, ഞാൻ കുറെ കൂടെ ചിന്തിച്ചതാ, ഞാൻ വേറൊന്നായിരുന്നു ആഗ്രഹിച്ചത്, മറ്റൊന്നായിരുന്നു മോഹിച്ചത്. പറയാറില്ലേ? പിന്നെ പറയാറുണ്ടോന്നോ? അങ്ങനെ പറയുമ്പോൾ ഇതുകൂടെ പറയണം, കർത്താവേ, ഞാൻ ഇതിനു പോലും സ്വന്തം ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഈ കോഴ്സല്ല മറ്റേ കോഴ്സായിരുന്നു, ഈ കല്യാണമല്ലായിരുന്നു മറ്റേ കല്യാണമായിരുന്നു, ഇത്രയല്ല, ഞാൻ കുറച്ചുകൂടെ വേറൊരു വീടാണ് ഞാൻ ചിന്തിച്ചത്, ഇങ്ങനൊരു ബന്ധമല്ലായിരുന്നു, വേറൊരു ആയിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. സഹോദരി, എന്ത് യോഗ്യതയാ! ഈ പകലിൻ്റെ മനോരമ പത്രം എടുത്ത് വായിര്. ആ ചരമക്കോളത്തിലെ പ്രായം മാത്രം നോക്ക്. അതിലൊരു 40% പേര് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാ. എന്നിട്ടും ഈ രാത്രി നമ്മളെങ്ങനെ ശേഷിപ്പിച്ചത്? എന്ത് കഴിവാ! ഐ ആം അൺഎലിജിബിൾ. ഇവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരും പറ, കർത്താവ്, ഞാൻ ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല യേശുവേ.
നിൻ സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എൻ്റെ കൂടെ പാടിക്കേ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ. അയ്യോ കഷ്ടം. സന്തോഷം. ആരെങ്കിലുമൊക്കെ പാടുന്നുണ്ടല്ലോ, അതാ വേണ്ടത്. ഞങ്ങൾ തമിഴ്നാട്ടുകാരാണെന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊന്നും ഞങ്ങൾക്കൊരു ബാധകമല്ല. കൃപ. നമ്മളൊക്കെ ആയിരിക്കുന്ന രണ്ടക്ഷരമാണ് കൃപ. എന്താ കൃപ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇവിടെ ഗ്രേസി എന്ന് പേരുള്ളവരുണ്ടോ? ഗ്രേസി ഇല്ല. എല്ലാ വിക്ടോറിയ, ഡയാന ഒക്കെ ആണോ? ഗ്രേസി ഉണ്ടോ? ഗ്രേസോ? അവിടെ ഇരുന്നോട്ടെ, എഴുന്നേപ്പിക്കണ്ട. ഉണ്ട്. ഞാൻ പറയും, ഈ ഇരിക്കുന്ന എല്ലാം ഗ്രേസിയ. ഗ്രേസ്, കൃപ. ആ വാക്കുണ്ടാകുന്നത് 2 ലാറ്റിൻ പദങ്ങളാണ്. ഗ്രാറ്റിസ് ഡാറ്റ, വെറുതെ കിട്ടിയത്. വെറുതെ, ഒരു വിലയും കൊടുത്തിട്ടല്ല നമ്മുടെ ജന്മത്തിന്, വെറുതെ കിട്ടിയത്. കൃപ. അർഹിക്കാത്ത സ്ഥാനത്ത് ഒരുവന്റെ മേൽ പകരപ്പെട്ട ദൈവസ്നേഹത്തിന്റെ ആഴമത്രേ പറ കൃപ. അർഹിക്കാത്ത സ്ഥാനത്ത് ഒരുവന്റെ മേൽ പകരപ്പെട്ട ദൈവസ്നേഹത്തിന്റെ ആഴമത്രേ. അവനവൻ ചിന്തിക്കുന്നത് ചിന്തിച്ച് നോക്കിക്കേ. 2024 നീ ഇരിക്കുമ്പോൾ 2006 2008 ഇത്രയൊന്നും നമ്മളില്ലായിരുന്നു. കണ്ണീര് വീണ അത്താഴങ്ങളുണ്ടായിരുന്നു. ഈ രാത്രി വെളുക്കാതിരുന്നെങ്കിലും നമ്മൾ ശപിച്ച ദിവസങ്ങളുണ്ട്. ഇനി മുന്നോട്ടില്ലെന്ന് വിചാരിച്ച യാമങ്ങളുണ്ട്. സഹോദരി, പ്രിയപ്പെട്ട പിതാവേ, ഈ 2024 അതിൻ്റെയൊക്കെ മേളിൽ ദൈവം കൊണ്ട് നിർത്തിയിരിക്കുന്നെങ്കിൽ പറ കൃപ, ഗ്രേസ്. വെറുതെ കിട്ടിയത്. 2 അക്ഷരം. കാൽക്കുലേറ്റർ കയ്യിലുണ്ടോ മക്കളെ? കാൽക്കുലേറ്റർ കയ്യിലുണ്ടോ? എടുത്തോ. മനസ്സിൻ്റെ കാൽക്കുലേറ്റർ. ഞാൻ പറയുന്നത് ടൈപ്പ് ചെയ്ത് മോശ എന്ന് ടൈപ്പ് ചെയ്ത് ചെയ്തോ. മൈനസ് കണക്കൂട്ടാനാ. ദൈവകൃപ. എന്നെ ഉത്തരം കിട്ടി. മോശയുടെ ബലഹീനത ഓർത്താൽ മതി. പഴയ പറ വിക്കൻ. വിക്കൻ്റെ മേൽ കൃപ പെരുകിയപ്പോ ആരായി? പറയുന്നേ പറ മോശ. അടുത്തൊരു ടൈപ്പ് ചെയ്തു. ദാവീദ് മൈനസ് ദൈവകൃപ. പഴയ തൊഴിൽ ഓർത്താൽ മതി. ആട്ടിടയൻ. ആട്ടിടയന്റെ മേൽ കൃപ ഇറങ്ങി പെരുകിയപ്പോ ആരായി? ദാവീദ് രാജാവായി. പത്രോസ് മൈനസ് ദൈവകൃപ. പഴയ പണി. മുക്കുവൻ. നാറുന്ന വള്ളം പോലെ മുക്കുവന്റെ മേൽ കൃപ പൊട്ടി ഇറങ്ങിയപ്പോ ആരായി? പത്രോസ്. പൗലോസ് മൈനസ് ദൈവകൃപ. പഴയ പണി. ഗുണ്ട. ഗുണ്ട. ഇപ്പൊ തമ്പുരാന്റെ ചെണ്ട. അടുത്ത ടൈപ്പ് ചെയ്തോ. മത്തായി മൈനസ് ദൈവകൃപ. ചുങ്കക്കാരൻ. ഇനി പെട്ടെന്ന് ഒരെണ്ണോടെ ടൈപ്പ് ചെയ്താൽ മതി. അവനവന്റെ പേര്. അവനവന്റെ പേര്. നാട്ടുകാർക്കിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഭയങ്കര. അല്ലെങ്കിൽ നമുക്കത് അറിയാമല്ലോ. അത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ. എന്നാ ഉത്തരം? അവനവന്റെ പേര് മൈനസ് ദൈവകൃപ. ആർക്ക് പറയാം? പൗലോസ് അപ്പോസ്തലന്റെ ഭാഷ ഞാൻ പറയട്ടെ. മൺപാത്രം. മൺപാത്രം. അപ്പോസ്തലൻ കൂടെ കൂടെ പറയും, ഞാൻ ആയിരിക്കുന്നത് കൃപയാല. ഞാൻ ആയിരിക്കുന്നത് കൃപയാല. സത്യത്തിൽ നമ്മളല്ലേ മണ്ണ. അതുകൊണ്ട് നമ്മളിത് പഠിക്കുന്നത് എവിടെന്നറിയാം? ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏതാ? പഴകുളം പള്ളിയുടെ സെമിത്തേരിയ. മണ്ണാൽ മെനയപ്പെട്ടവനെ
നീ നിഗളിക്കേണ്ട. മണ്ണേ നാളെ ചേരും നീ മാതാവാ മണ്ണിൽ. മണ്ണ് കല്ലറയിലോട്ട് നോക്കാനാ. എങ്ങനെ വലിയോർ ഭീകരരായി തീർന്നു ഖബറിനുള്ളിൽ കയറി കാണുക നീ. സെമിത്തേരി ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാ, നമ്മളെ പഠിപ്പിക്കുക എങ്ങനെ വലിയവരൊക്കെ ഇങ്ങനായി. ഖബർ കാണുക, ഖബർ കാണുക. ലുക്ക് അറ്റ് ദ സെമിട്രി. രണ്ടക്ഷരം മണ്ണ. എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ലക്ഷങ്ങളുടെ ഉടമസ്ഥരാണ്. അടിച്ചു പൊക്കഴിഞ്ഞാൽ 18 രൂപയുടെ സാധനം ഉള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മളെ എത്ര 18 എന്ന് പറഞ്ഞാൽ ഒരു കോഴിക്കൂട് വെള്ളയടിക്കാനുള്ള കുമ്മായം ഈ ശരീരത്തിലുണ്ട്. 2 ഇഞ്ചിൻ്റെ ആണി ഉണ്ടാക്കാനുള്ള ഇരുമ്പ് ഇതിനകത്തുനിന്ന് കിട്ടും. പിന്നെ നീളവും വീതിയൊക്കെ ഉള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്, കുറച്ചുകൂടെ കിട്ടട്ടെ. 1 കട്ട സോപ്പ് ഉണ്ടാക്കാനുള്ള കൊഴുപ്പ്, എല്ലാം കൂടെ പറയാനൊരു പേടി കാണും, എല്ലാം കൂടെ 18 രൂപ. ഒരു കോഴിക്കൂട് വെള്ളയടിക്കാനുള്ള കുമ്മായവും 1 കട്ട സോപ്പ് ഉണ്ടാക്കാനുള്ള കൊഴുപ്പും 2 ഇഞ്ചിൻ്റെ ആണി ഉണ്ടാക്കാനുള്ള അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആ മണ്ണാൽ മെനയപ്പെട്ടവനെ നീ നിഗളിക്കരുത്. ഐ എം അൺഎലിജിബിൾ. കർത്താവേ ഇത് പോരാ, ഇത്രയും പോരാ, ഇതല്ല ചിന്തിച്ചത് പ്രാർത്ഥിച്ചതെന്ന് പറയുമ്പോൾ കൂടെ ആഡ് ചെയ്തോണം. ഇതിനൊന്നും ഞാൻ 2 അക്ഷരം കൃപ. ആ വാക്ക് എത്ര ആഴമുള്ളതാ, ആ വാക്ക് എത്ര ആഴമുള്ളതാ പ്രിയപ്പെട്ടവർ. ഇതിനൊന്നും ഞാൻ യോഗ്യനല്ലെന്ന് ഏറ്റു പറയാം. വെറും മണ്ണ് മാത്രമാണ്. ഈ കരുണ എന്ന് പറഞ്ഞാൽ എന്താ? സുറിയാനി ഭാഷയിൽ റഹമ എന്നൊരു വാക്കുണ്ട്. അതിനാണ് ഈ കരുണ എന്ന അർത്ഥം. റഹമ എന്ന വാക്കിന് 2 അർത്ഥം. ഒന്ന് കരുണ, 2 ഗർഭപാത്രം. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നാനാർത്ഥത്തിൻ്റെ വകുപ്പിൽപ്പെടും. എന്താ ഇങ്ങനെ ഈ ഒരു വാക്കിന് ഈ ഒരു ബന്ധവും ഇല്ലാത്ത 2 അർത്ഥം അങ്ങനെ കിട്ടി? ശരിക്കും സത്യമല്ലേ? ഗർഭപാത്രം, കരുണ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കരുണ എന്താ? അയാൾ അവരുടെ അമ്മയുടെ ഉദരത്തിൽ ഇങ്ങനെ പൊടിച്ചതാ, മുളച്ചതാ. നമ്മളൊക്കെ ഒരൊറ്റ കോശമായിരുന്നു. ഇപ്പോൾ വലിയ പുള്ളികളാണെങ്കിലും അന്ന് സിംഗിൾസ് അല്ല. ആ ഒറ്റ കോശത്തിനകത്ത് നമ്മുടെ മാവിയുടെ ചിരിയും ഉപ്പാപ്പൻ്റെ നടത്തവും വല്യപ്പൻ്റെ ദേഷ്യവും ഒക്കെ വന്ന് കയറിയിട്ടുണ്ട് അല്ലേ? എന്തത്ഭുത! ഏത് സയൻസ് ഇനി DNA ഒക്കെ കാര്യം പറഞ്ഞാൽ പോലും പറയാന്നല്ലാതെ ഈ കൃപ എങ്ങനെ വ്യാഖ്യാനിക്കും? ഒറ്റ കാര്യം, അതാ കരുണ. ഇപ്പം നമുക്ക് ഒത്തിരി സങ്കടമുണ്ട്. ഒറ്റ കാര്യം ഓർത്താൽ മതി, പഴകുളത്ത് വന്ന് പിറന്നതെങ്ങനെ? തിയോളജി അല്ല, ഗൈനക്കോളജി. പറയൂ, പഴകുളത്ത് നമ്മൾ വന്ന് പിറന്നതെങ്ങനെ? നോർമൽ ഡെലിവറി ആണെങ്കിൽ തലയും കുത്തിയ. എങ്ങനെ? ഇല്ല, ഇവിടെ ഒന്നും അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം തലയും കുത്തിയ. ചങ്ങാതി ഇപ്പം നേരെ നിൽക്കുന്നില്ലേ? മതി, ബാക്കി കുറേ ചുമ്മാ പീറ പരാതികൾ കളാ. തലയും കുത്തി വന്നിട്ട് നേരെ നിൽക്കുന്നില്ലേ? നമുക്ക് പരാതിയോട് പരാതിയാ. കരുണ. ആ വാക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ നമ്മൾ ആർദ്രമാവും. കരുണ, കരുണ. നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ആ കൊച്ചിയക്കൻ്റെ പോക്കറ്റിൽ 5 അപ്പം വാട്ടിയ വാഴയിലേക്കകത്ത് അവനെ ഇളക്കി ആർക്ക് കൊടുത്തു? അന്ത്രയോസ് അപ്പോസ്തലൻ അത് 7 തവണ എണ്ണി. അപ്പം കൂടിയോ? കർത്താവ് എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തു. ശേഷിച്ച കഷണം എത്രയുണ്ടായിരുന്നു? പറയുന്നേ, കൊട്ട എവിടെ നിൽക്കട്ടെ, വട്ടി എവിടെ നിൽക്കട്ടെ, ശേഷിച്ച കഷണം എത്രയുണ്ടായിരുന്നു? പറയാമോ? പറയാമെങ്കിൽ 1000 രൂപ സമ്മാനം ജോസച്ചൻ്റെ വകയായി തരും.
ശേഷിച്ച കഷണം എത്രയുണ്ടായിരുന്നു? ഇല്ല. എണ്ണം സുവിശേഷം രേഖപ്പെടുത്തിയിട്ടില്ല. എണ്ണം രേഖപ്പെടുത്താത്തതിൻ്റെ പേരാണ് കൃപ. എന്താ അതിൻ്റെ അർത്ഥം? മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്. ഇത് 8 തവണ എണ്ണിയാ കൊടുത്തേ. ദൈവം ശേഷിപ്പിക്കുന്നതിന് കണക്കില്ല. അത്രേ ഉള്ളൂ. മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്, ദൈവം ശേഷിപ്പിക്കുന്നതിന്. നമ്മുടെ ആരാന്ന് പറഞ്ഞാലും, നിന്റെ കൂടെ ഒരു കുഴി ചാകുമെന്ന് പറഞ്ഞാലും പൊന്നു സഹോദരി കണക്കുണ്ട്. നീ 2016 നിന്റെ മോടെ കല്യാണം വിളിച്ച ലിസ്റ്റ് അവിടെ ഇരിപ്പുണ്ട്. 2025 അവക്കുള്ള മോൻ്റെ കല്യാണം വിളിക്കുന്നത് നീ വിളിച്ചിട്ടുണ്ടെങ്കിലേ മനുഷ്യൻ ഈ ജോമെട്രിക്കകത്തേ ഇടപെടുള്ളൂ. പക്ഷേ ദൈവം ശേഷിപ്പിക്കുന്നതിന് കണക്കില്ല. ആ കരുണ വിശാല, അതാ കൃപ, അതാ റഹമേ. ഈ രാത്രി നമ്മളായിരിക്കുന്നത് അത് തന്നെയാണ്. ഒരു വചനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വചനം. ഈ രാത്രി ഈ കയറ്റുവായിലും കസേരയിലും ഈ പ്രസംഗപീഠത്തിലും നിൽക്കാനുള്ള കാരണം ആ വചന. ഫിലിപ്പിയർ 4:19. എൻ്റെ ദൈവമോ, ശ്രദ്ധിച്ചു കേട്ടെ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും. ആരെങ്കിലും എടുത്തെങ്കിൽ വായിച്ചോ, സന്തോഷം. എല്ലാവരും കേൾക്കത്തൊക്കെ കൊണ്ട് ഞാൻ തന്നെ ഉറക്കെ വായിക്കാം. വായിച്ചതിന് സന്തോഷം. കേട്ടെ, എൻ്റെ ദൈവമോ, നമ്മളോട് പറയാം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അതുകൂടെ കേട്ടാൽ മതി. ഉറങ്ങല്ലേ. അത് ഞാനിനി ഈ വചനം ഒന്നുകൂടെ പറയുമ്പം ഒരു വാക്ക് ഞാൻ എടുത്തു പറയും. അതാണ് നമ്മളിപ്പോൾ നിലനിൽക്കാനുള്ള കാരണം. ഒരു വാക്ക് ഞാൻ പോസ് ചെയ്ത് പറയും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഞാൻ എടുത്തു പറഞ്ഞ വാക്കേതാ? അക്കോർഡിംഗ് ടു ഹിസ് വെൽത്ത്, ധനത്തിനൊത്തവണ്ണം. എൻ്റെ അർത്ഥം എന്താ? അർത്ഥം മനസ്സിലാക്കാൻ ഞാനൊരു ചെറിയ കഥ പറയാം. 30 സെക്കൻഡ്. പണ്ട് ഗ്രീസ് ഭരിച്ചിരുന്ന മാസിഡോണിയയുടെ അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ നാട് കാണാൻ ഇറങ്ങി. ഏഥൻസിൻ്റെ തെരുവിലൂടെ സ്ഫടിക സമാനമായ വെൺകല്ലുകൾ പാകി പതിപ്പിച്ച തെരുവീതിയിലൂടെ നാട് കാണാൻ കുതിരപ്പുറത്ത് പോകുന്നു. അനുചരന്മാർ കൂടെയുണ്ട്. വഴിയിലൊരു ഭിക്ഷക്കാരൻ കരയുന്നു, കൈനീട്ടുന്നു. ചക്രവർത്തി വണ്ടി നിർത്തുന്നു. കീശയിൽ നിന്ന് 2-3 സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയ പാടെ എടുത്ത് അയാളെ കൊടുക്കുന്നു. 3-4 പവൻ. അയാൾ അടിച്ചു മോനെ എന്ന് പറഞ്ഞ് കണ്ണു മഞ്ഞളിച്ചവിടെ ഇരുന്നു. സന്തോഷമായി. രാജാവും അനുചരന്മാരും മുന്നോട്ട് പോകുന്നു. അന്ന് ഉച്ചയ്ക്ക് ഒരിടത്ത് വിശ്രമിക്കുമ്പോൾ ഈ അനുചരന്മാർ, അംഗരക്ഷകർ അലക്സാണ്ടർ ചക്രവർത്തിയോട് പറയുന്നു, അല്ലയോ മഹാരാജാവേ, ആ പാവപ്പെട്ട ഭിക്ഷക്കാരന് ഈ 2-3-4 പവനൊന്നും കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അയാൾക്ക് 3-4 വെള്ളി നാണയങ്ങൾ ധാരാളം മതിയായിരുന്നല്ലോ. ഇത്തിരി കൂടിപ്പോയില്ലേ? അപ്പോൾ ഈ ചക്രവർത്തി പറഞ്ഞു, ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അയാൾക്ക് അത്രയും ആവശ്യമില്ലായിരിക്കാം. പക്ഷേ അത് കൊടുത്തത് ഗ്രീസിൻ്റെ അനിഷേധ്യനായ മഹാനായ അലക്സാണ്ടറാണ്. കൊടുത്ത അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു അന്തസ്സുണ്ട്. അയാൾക്ക് അത്രയും ആവശ്യമില്ലായിരിക്കാം, എന്നാൽ അത് കൊടുത്തത് ഗ്രീസിൻ്റെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയാണ്. സ്വയം പറയുക, കൊടുത്ത ചക്രവർത്തിക്കൊരു, ഞാൻ ആ വചനം വീണ്ടും പറയാം, കഥ ഇത്രയേ ഉള്ളൂ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ. ഈ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലായ ഒരു കൈവെക്കൂ. കുറച്ച് പേര്, അത് മതി, എല്ലാവരും വേണമെന്നില്ല, 4 പേരെങ്കിൽ 4 പേര് മതി, സന്തോഷം. പ്രിയപ്പെട്ടവരെ, വാങ്ങിച്ച നമ്മുടെ യോഗ്യതയായിരുന്നില്ല, തന്ന തമ്പുരാന്റെ അന്തസ്സ. ഈ സ്ഥലത്തിരുന്ന്
സ്വർഗത്തേക്ക് നോക്കി പറ, യേശുവേ, വാങ്ങിച്ച എൻ്റെ യോഗ്യതയായിരുന്നില്ല. എൻ്റെ മക്കളും എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും മൊത്തം ഈ കൃപയിൽ നിന്നിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ യോഗ്യതയായിരുന്നില്ല. തന്ന തമ്പുരാൻ്റെ അന്തസ്സ, മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം. ആ ഒരൊറ്റ വാക്ക സഹോദരി, ആ ഒരൊറ്റ വാക്ക പിതാവേ, ഈ രാത്രി ജീവനോടെ നമ്മൾ നിൽക്കണേ. ദൈവത്തിന് നന്ദി പറ. 2 ചെറിയ വാക്കുകൾ നമ്മൾ പറഞ്ഞ് സ്വയം പറയാൻ, സ്വയം ബലപ്പെടാൻ. 1, കർത്താവേ, ഞാൻ അനന്യന, എന്നെ പോലെ ആരുമില്ല. ഐ എം എലക്റ്റഡ്, സെലക്റ്റഡ്, അപ്പോയിൻറ്റഡ് ആൻഡ് അനോയിൻറ്റഡ്. 2, പറയുക, കർത്താവേ, ഞാൻ ഒത്തിരി പരാതി പറയുമ്പോൾ ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. 1 വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ദൈവമേ, ഞങ്ങൾ ഒത്തിരി ഭാരമുള്ളവർ, ഒത്തിരി പരാതി പറയുന്നവർ, ജീവിതത്തിൽ ഒത്തിരി നിഷേധാത്മകമായി ജീവിക്കുന്നവർ, ജീവിതത്തിൽ ഒത്തിരി സന്തോഷം കളഞ്ഞുപോയവർ, ചിരി കളഞ്ഞുപോയവർ, ഇന്ന് രാത്രി ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നവരാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ഞങ്ങൾ പറയുന്നു, നാഥ, ഞങ്ങൾ അനന്യര, ഞങ്ങളെപ്പോലെ ആരുമില്ല, ഞങ്ങളെപ്പോലെ വേറെ ആരുമില്ല. എൻ്റെ ദൈവമേ, ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്നില്ല. ഞങ്ങളുടെ പ്രതിസന്ധികളോട് ഞങ്ങൾ പറയുന്നു, ജീവിക്കുന്നൊരു ദൈവം ഈ രാത്രി ഞങ്ങൾക്കുണ്ട്. കർത്താവേ, ഞങ്ങൾ ഒത്തിരി പരാതി പറയുന്നു. ഞങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് തമ്പുരാനെ? നിന്റെ ധനത്തിനൊത്തവണ്ണം ഞങ്ങളെ ശേഷിപ്പിച്ചിരിക്കുന്നു. ദൈവമേ, ഞങ്ങളൊക്കെ കൊടുക്കുന്നതിന് കണക്കുണ്ട്, തമ്പുരാൻ ശേഷിപ്പിക്കുന്നതിന് കണക്കില്ലല്ലോ. ഞങ്ങളുടെ തലമുറകൾക്കായി നീ ശേഷിപ്പിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഈ രാത്രി ഈ തിരുവചന ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഞങ്ങൾ മടങ്ങുന്നു. ഈ നോമ്പ് ഞങ്ങളോട് ചോദിക്കുന്നു, യേശുക്രിസ്തു നിനക്കാരാ കുഞ്ഞേ? യേശുക്രിസ്തു നിനക്കാരാ മകനെ? ചെറുപ്പക്കാരാ, കർത്താവ് നിനക്കാരാ? മകളെ, യേശു നിനക്കാരാ? ദൈവമേ, എൻ്റെ കർത്താവിനെ മറ്റൊന്നിനും വേണ്ടി മാറ്റിവെക്കാൻ ഞങ്ങൾക്കിടയാകരുതേ. അപ്പാ, അങ്ങ് മാത്രം മതി. അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ദാവീദ് പറഞ്ഞതുപോലെ, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ പ്രതിസന്ധികളുടെ മതിൽ, ഈ രോഗത്തിൻ്റെ മതിൽ, ഈ വേദനകളുടെ മതിൽ ചാടിക്കടക്കും. സാന്ത്വനത്തിൻ്റെ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. ദൂരെ നിൻ്റെ പ്രിയപ്പെട്ടവരിയ്ക്കുന്ന ഇടത്ത് നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. ഈ വചനം താല്പര്യത്തോടെ കേൾക്കുന്ന മക്കൾ വചനം തുച്ഛീകരിക്കാതെ ഏറ്റെടുക്കണമേ. അവർ അനുഗ്രഹിക്കപ്പെടണമേ. അവരുടെ ഉദ്യമങ്ങളെ വാഴ്ത്തണമേ. ദേവാലയം അനുഗ്രഹിക്കപ്പെടണമേ. ഈ ദേശം അനുഗ്രഹിക്കപ്പെടണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.